നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റം പറയുന്നതല്ല. 21 PSC മെമ്പർമാരാണുള്ളത്. നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ എത്രയാണ്? ഏകദേശം 4 കോടി. 24 കോടി വരുന്ന ആ ഉത്തർപ്രദേശിൽ വെറും 5-9 PSC മെമ്പേഴ്സാണുള്ളത്. അവരുടെ വേതനം എത്രയാണ്? വെറും 1 ലക്ഷം രൂപ. അവർക്ക് പെൻഷനില്ല. ഈ 3 കോടിയും 4 കോടിയും വരുന്ന ജനങ്ങളെ ഭരിക്കാനും ഉദ്യോഗസ്ഥാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനും വേണ്ടി 21 മെമ്പർമാർ. അത് പാർട്ടിക്ക് വേണ്ടി പൈസ പിരിക്കാൻ 50-60 ലക്ഷം രൂപ ഡൊണേഷനും അല്ലെങ്കിൽ അതിൻ്റെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റുകൾ കണ്ണു തുറപ്പിക്കാൻ 46 ദിവസം പ്രിയ സഹോദരിമാർ ഇവിടെ നിരാഹാരം കിടന്നിട്ടും അവരുടെ കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. അവർ ചോദിക്കുന്നത് വെറും 242 രൂപയുടെ തുച്ഛമായ വേതനം കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കണം. ഒരു 232 രൂപ കൊണ്ട് ഒരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ട് എങ്കിൽ അവർക്കത് മതിയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിൽ 21, നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റം പറയുന്നതല്ല, 21 PSC മെമ്പർമാരാണുള്ളത്. നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ എത്രയാണ്? ഏകദേശം 4 കോടി. 24 കോടി വരുന്ന ആ ഉത്തർപ്രദേശിൽ വെറും 5-9 PSC മെമ്പേഴ്സാണുള്ളത്. അവരുടെ വേതനം എത്രയാണ്? വെറും 1 ലക്ഷം രൂപ. അവർക്ക് പെൻഷനില്ല. ഈ 3 കോടിയും 4 കോടിയും വരുന്ന ജനങ്ങളെ ഭരിക്കാനും ഉദ്യോഗസ്ഥാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനും വേണ്ടി 21 മെമ്പർമാർ. അത് പാർട്ടിക്ക് വേണ്ടി പൈസ പിരിക്കാൻ 50-60 ലക്ഷം രൂപ ഡൊണേഷനും അല്ലെങ്കിൽ അതിൻ്റെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റുകൾ ആജീവനാന്ത അവർക്ക് 2 ലക്ഷം രൂപ പെൻഷൻ. ചീഫ് ജസ്റ്റിസ് ഇന്ത്യ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ വേതനം പറ്റുന്നവരാണ് കേരളത്തിലെ പ്രതിനിധികൾ. അത് വലിയ കഷ്ടമാണ്. വേറെ ഒന്നും അല്ല നമുക്ക് ഈ പറയാനുള്ള. നമ്മളെ കേരള ഗവൺമെൻറ് ചെയ്ത കേരളീയം അവിടെ നടത്തുന്ന യാത്രകൾ എത്രയോ കോടി രൂപകളാണ് യഥാർത്ഥത്തിൽ ചെലവാക്കുന്നത്. പാവപ്പെട്ട ഈ ജനങ്ങൾ ചോദിക്കുന്ന ആ 232 രൂപയെ കൂട്ടിക്കൊടുക്കുവാൻ ഇവിടുത്തെ ഗവൺമെൻറ് മനസ്സ് ചെയ്യുന്നുമില്ല. അത് മാത്രമല്ല, അവരോടുള്ള ഒരു മോശമായ ഒരു സമീപനം. അവർ മോശപ്പെട്ടവരാണ്, അവർ വൃത്തികെട്ടവരാണ്. പക്ഷേ ഇവരുടെ ഈ പാവപ്പെട്ടവരുടെ സംഘടിതരായ ഈ പാവപ്പെട്ടവരുടെ അതിലൊരു സഹോദരി പറയുന്നത് ഞാൻ കേട്ടു. അവരെ സമരം ചെയ്യാൻ പഠിപ്പിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഏതിനും എന്തിനും സമരം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ സഹോദരിയുടെ പ്രചോദനമാണ് നമുക്കിങ്ങനെ ഒരു തീരുമാനമെടുക്കാമെന്നത്. അവരുടെ സങ്കടമാണ് നമുക്ക് മനസ്സുള്ളവനാണ് നമ്മൾ മനുഷ്യനെന്ന് പറയുന്നത്. മനസാക്ഷി മരവിച്ചവനെ നമ്മൾ എന്തോന്ന് പറയും? ചിന്തിക്കണം. കാറുകളിൽ യാസി കാറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവൻ അവനെന്തറിയണം? കുടുംബങ്ങളെ കയറ്റി 2 വർഷവും 3 വർഷവും കയറ്റി ഇരുത്തിക്കൊണ്ട് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അവർ ആജീവനാന്ത പെൻഷനും ആനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ പാവപ്പെട്ട വെയിലത്തും മഴയത്തും പണിയെടുക്കുന്ന ഈ ആശാവർക്കർ, ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി തൊഴിലാളികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊന്നും കാണാതെ ഇവിടുത്തെ തൊഴിലാളി ഗവൺമെൻറ് എന്ന് പറയുന്ന ഈ വ്യാജ തൊഴിലാളികളെ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയണം. അവന്മാരെ ഈ തരത്തിൽ ഈ അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞ് അവർക്ക് സർവ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ അധികാരങ്ങളും നശിപ്പിച്ചു. ഉദാഹരണത്തിന് 10-40 വർഷം അവർ പശ്ചിമ ബംഗാളിൽ ഭരണം നടത്തി. അവിടുത്തെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഇവിടെ വന്ന് വാർപ്പ് പണി ചെയ്യുന്നു. ആ ഗതികേട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് നാളെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതേപോലത്തെ പാവങ്ങളുടെ കണ്ണു തുറപ്പിക്കാനും അവരുടെ കണ്ണീരൊപ്പുവാനും ഇവന്മാർ തയ്യാറായില്ലെങ്കിൽ ഇതിനേക്കാളും ഗതികേട് ഇവന്മാർക്ക് ഉണ്ടാവും.